ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. IFFKയിൽ മികച്ച നവാഗത സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാസിൽ റസാഖിനെ നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും അനുമോദിച്ചു. സിൻഡിക്കേറ്റ് സിനിമാസിൽ വെച്ചായിരുന്നു അനുമോദനം ഒരുക്കിയത്. തടവ് എന്ന സിനിമയിലൂടെയാണ് IFFKയിൽ മികച്ച നവാഗത സംവിധായകനായി പട്ടാമ്പിക്കാരനായ ഫാസിൽ റസാഖ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫാസിൽ റസാഖിനെ നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും അനുമോദിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഫാസിൽ. ആ ഫാസിൽ സാധാരണ പെട്ടെന്ന് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു നവാഗത സംവിധായകൻ എന്നുള്ള നിലക്ക് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ തന്നെ ആദ്യം രജത ചകോരം അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടമാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് സംവിധായകന്മാർ, ഒരുപാട് സിനിമ കഷ്ടപ്പെട്ട് അത് നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നേട്ടമാണ് ഫാസിലിനെ തേടിയെത്തിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വെറുതെ പെട്ടെന്ന് അങ്ങനെ നേടുന്നതല്ല. അതിന്റെ ഇടയിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട്. ഈ സിനിമ തന്നെ ഒറ്റപ്പെട്ടു പോയ ഒരാളുടെ ഇമോഷൻസിനെ പകർത്തുന്ന സിനിമയാണ്. മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ആ സിനിമയിൽ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം നീലടി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര സംവിധായകരായ സക്കറിയ മുഹമ്മദ്, അമീൻ അസ്ലം എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. തടവ് സിനിമ കണ്ട ശേഷം ചലച്ചിത്ര നിരൂപകനായ GP രാമചന്ദ്രൻ, മധു ജനാർദ്ദനൻ, കവി P രാമൻ എന്നിവർ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. സംവിധായകൻ ഫാസിൽ മറുപടി പ്രസംഗവും നടത്തി. സിനിമയിൽ മുഖ്യ കഥാപാത്രം ചെയ്ത ബീന ടീച്ചർ, മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവർ സദസ്സുമായി സംവദിച്ചു.